ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരിക്കും എന്നറിയാം. ഓർഡറൊക്കെ വന്നിട്ട് അത് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് എങ്ങനെ ബൾക്ക് ഓർഡറുകൾ ചെയ്യാമെന്നാണ്. നമുക്കിപ്പോൾ സ്കൂളിലേക്കും അതുപോലെ ഓഫീസിലേക്കൊക്കെ അംഗനവാടിയിലേക്കൊക്കെ നമുക്ക് കേക്കിൻ്റെ ഓർഡറുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അത് ഇത്ര പീസ് എന്നൊക്കെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര kg എന്നായിരിക്കും. അപ്പോൾ 10 kg, അതുപോലെ ചിലപ്പോൾ 500 പീസ്, 1000 പീസ്, 2000 പീസ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഓർഡർ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരിക. എന്തെല്ലാം ആണ് ആവശ്യമുള്ളത് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ബൾക്കായിട്ടുള്ളത് വാങ്ങിക്കുക, അതായത് ഹോൾസെയിൽ റേറ്റിനൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് പ്ലം കേക്കിൻ്റെ ഓർഡറാണ്. അപ്പോൾ കാഷ്യൂ അതുപോലെ ഡേറ്റ്സ് എല്ലാം ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഡേറ്റ്സൊക്കെ നമുക്കിപ്പോൾ ഇതുപോലെ റേറ്റ് കുറഞ്ഞ ഡേറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. എന്നാലും കുറച്ച് അത്യാവശ്യം നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ. അത് പീസാക്കിയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇത് ഓറഞ്ചിൻ്റെ തൊലി ഷുഗറിൽ വിളച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഓറഞ്ച് സെസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടി 2 ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു ക്രിസ്മസ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ പേപ്പർ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ പ്ലമ്മിന് മാത്രമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് സോക്കിംഗ് ആണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ 1 കപ്പ് 2 കപ്പ് അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു 3 കപ്പൊക്കെ അല്ലേ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് വേണം. എനിക്ക് വേണ്ടത് 550 പീസ് പ്ലമ്മിനാണ് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. 2 ടൈപ്പ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. 1 kgൻ്റെ ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടിയും റെഡ് ടൂട്ടി ഫ്രൂട്ടിയും. പിന്നെ 1 kgൻ്റെ തന്നെ ബ്രോക്കൺ ആയിട്ടുള്ള കാഷ്യൂ ആണ്, കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പീസായിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാഷ്യൂ വാങ്ങിച്ചാൽ മതി, ഒരുപാട് റേറ്റുള്ള കാഷ്യൂ ഒന്നും വാങ്ങിക്കണ്ട. പിന്നെ ജ്യൂസ് ഉണ്ട്, 3 ബോട്ടിൽ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് 2 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാനിതാ ഇവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ടാണ് സോക്ക് ആക്കണത് കേട്ടോ. അപ്പോൾ സോക്കിംഗ് ഒക്കെ നമ്മൾ മുന്നേ 2-3 പ്ലം കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 550 പീസിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ഡേറ്റ്സും 2 കിലോ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഒരു 1/2 kg ഡേറ്റ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ അത് എല്ലാം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് 3 ബോട്ടിൽ ജ്യൂസിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 3 ബോട്ടിൽ ഫുൾ എടുത്തിട്ടില്ല, നമ്മളിപ്പോൾ അതിന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കുക്ക് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ എല്ലാ നമ്മളുടെ സ്പൈസസും അതുപോലെ ജാതിക്കൻ്റെ പൊടി എല്ലാ സാധനങ്ങളും ഇതിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓറഞ്ച് സെസ്റ്റ് എല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം ഞാൻ തലേ ദിവസം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ചെയ്താലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഓർഡർ വരുന്നതിനനുസരിച്ചല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് എല്ലാം നന്നായിട്ട് തന്നെ സോക്കായിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം എടുത്തപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നല്ലോണം സോക്കായിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇപ്പുറത്തായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളിപ്പോൾ പ്ലം ബേക്കിങ്ങിന് വെച്ചിട്ടുണ്ട്, 2-3 ട്രിപ്പ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കാരമലും തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരമലിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ എത്ര കേക്ക് ഉണ്ടോ, അതായത് പീസിന് നമ്മളിപ്പോൾ എത്ര പീസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കേക്കിൻ്റെ എത്ര kg എന്നുള്ളത് കണക്കാക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ 2 kg വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോ ട്രിപ്പ് ചെയ്യണത് കേട്ടോ. 2 kgയിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആവുമെന്ന് അറിയില്ല. 2 kg വരെ ചെയ്താൽ മതി കേട്ടോ. ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് 2 kg ബാറ്റർ ഒന്നിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസും ഓരോ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 1 kg റെസിപ്പിയൊക്കെ അല്ലേ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ 2 kg ആകുമ്പോൾ അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഓരോ കേക്കുകളായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് കാരമലാണ് ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കിലോ കേക്കിലേക്ക് 1 കപ്പ് കാരമൽ കേട്ടോ. പിന്നെ ഓയിലാണെന്നുണ്ടെങ്കിൽ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എടുക്കുന്നത് ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒരു 1.5 കപ്പ് വെച്ചിട്ടാണ് എടുക്കുന്നത്.
പിന്നെ നമ്മളിപ്പോൾ 1.5 കപ്പിൽ കൂടുതൽ എടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് തന്നെ ധാരാളമാണ്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കുക. പിന്നെ കുറച്ച് നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഹറിബറി ആയിട്ടൊന്നും പ്ലം കേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ദിവസം മുന്നേ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും, അതിന് അത്രയും ടേസ്റ്റ് വരും. നമ്മൾ 2-3 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് അത്രയും ടേസ്റ്റ് വരേണ്ടതാണ്. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓർഡറിൽ ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ 2 കിലോ കേക്ക് ഒരു ഓവനിലും 2 കിലോ വേറൊരു ഓവനിലും, അങ്ങനെ 2 ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഓവണുള്ളൂ അല്ലെങ്കിൽ ഓവൺ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വർക്ക് വരുമ്പോൾ. അപ്പോൾ അവരൊക്കെ ഏറ്റവും നല്ലത് കുറച്ച് നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, സാവകാശം ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഓവണിൽ നമ്മളിപ്പോൾ ഇതുപോലെ വലിയ വലിയ ഓർഡർ വരുന്ന സമയത്ത് ഓവണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവണ് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവണ് കുറച്ച് ടൈം കൂളാവാൻ വേണ്ടി വെച്ചിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് വീണ്ടും വർക്ക് ചെയ്ത് ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ പ്ലം കേക്ക് മാത്രമല്ല ക്രിസ്മസിന് എല്ലാവർക്കും ഓർഡർ ഉണ്ടാവാറുള്ളത്, ക്രീം കേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ക്രീം കേക്കൊക്കെ ആകുമ്പോൾ ഇതുപോലെ 1000 പീസ് കേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഷോക്കായി പോകും. എങ്ങനെ ചെയ്യും അത്? ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ സ്റ്റോർ ചെയ്യാമെന്നൊന്നും അറിയില്ലല്ലോ. എല്ലാവരും ഫ്രിഡ്ജിലാണ്, സാധാരണയായിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത് കൂളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1000 പീസിൻ്റെ കേക്കൊന്നും ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ AC വെച്ചിട്ട് വേണം കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ കേക്ക് ചെയ്തിട്ട് ഓരോ കേക്കെല്ലാം മാക്സിമം നിങ്ങളെടുത്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ കേക്ക് ചെയ്യുക, എന്നിട്ട് അതിനെ ഓരോന്നിനായിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഐസിങ്ങൊക്കെ നമ്മളിപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൻ്റെ, അതായത് ഐസിങ് നമ്മൾ അത്രയും ഒരു ദിവസം ഒന്ന് ഫുള്ളായിട്ടൊന്നും AC ഓൺ ചെയ്തിട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ ചെയ്തെടുക്കുക കേട്ടോ. രാവിലെ തന്നെ കുറച്ച് നേരത്തെ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അത്രയും ടൈം കൂളായിട്ട് ഫ്രിഡ്ജിൽ അല്ല AC ഇരുന്നോളും. ഫ്രിഡ്ജിലിരിക്കണ അത്രയും തന്നെ നമുക്ക് കൂളായിട്ട് AC ഇരുന്നാൽ കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ AC വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലം കേക്കൊക്കെ ഇതുപോലെ വലിയ വലിയ ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ റെസിപ്പി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓയിൽ ചേർത്തിട്ടുള്ള റെസിപ്പി നമ്മൾ ഒരിക്കലും ബട്ടർ ചേർത്തിട്ടുള്ളൊന്നും ഇതിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കരുത്, നമുക്ക് ഒരിക്കലും അത് മുതലാവണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ മാർഗറിൻ യൂസ് ചെയ്യണവരുണ്ട്. മാർഗറിൻ യൂസ് ചെയ്യണതിനോട് ഞാൻ അധികം സപ്പോർട്ട് ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കത് ഹെൽത്തിന് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 kg ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം അതിനെ ടിന്നിൽ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ 2 ടിന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഓർഡർ വരുമ്പോൾ ഇല്ല, ടിൻ സൈസ് ഇല്ല നമ്മുടെ കയ്യിൽ, ഇപ്പോൾ 11 ഇഞ്ചിൻ്റെ ടിന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ 2 ടിന്ന് യൂസ് ചെയ്യുക കേട്ടോ. ഒരു ടിന്നിൽ ഒഴിച്ചിട്ട് അത് ചൂടാറിയ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നമുക്ക് അടുത്ത ടിന്നിൽ ഒഴിച്ചിട്ട് വെച്ചെടുക്കാൻ പറ്റും. ഒരു ഓവണുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഓവൺ ഇല്ലാത്തവരാണെങ്കിലും 2 ടിന്ന് വാങ്ങിക്കണമായിരിക്കും നല്ലത് കേട്ടോ. വലിയ വലിയ ഓർഡറൊക്കെ വരുന്നവർ ഇപ്പോൾ ഏത് സൈസിലാണോ അതിനനുസരിച്ച് 2 ടിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുക. അപ്പോൾ 11 ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു 2 kg കേക്ക് ചെയ്യണത്. അപ്പോഴേ നമുക്കിത് ബേക്കായി വരാൻ സാവകാശമായിട്ട് അല്ല, നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം പിടിക്കും. 2 kg 10 ഇഞ്ചിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബാറ്റർ ആകുമ്പോൾ അത് ബേക്കായി വരാനും അതുപോലെ മുകൾ ഭാഗം ക്രാക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ 12 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2.5 കിലോ ഒക്കെ കേക്ക് ചെയ്യാം, ആ ഒരു 12 ഇഞ്ചിലൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 11 ഇഞ്ചിൽ 2 കിലോ ബാറ്ററാണ് ചെയ്യണത്. എന്നിട്ട് അതിനെ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഓവനിൽ ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് വീണ്ടും 2 കിലോൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ശേഷം ഞാൻ അടുത്ത ഓവനിക്കായിട്ട് 2 കിലോൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യണവർ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കിത് അത്രയും ടൈം ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അത്രയും ഗ്യാസ് ചിലവാകുകയാണ്. പിന്നെ 1 മണിക്കൂറിൻ്റെ അടുത്ത് ബേക്കിംഗ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലം കേക്കിന്. അപ്പോൾ ഒരിക്കലും ഗ്യാസിലൊന്നും പ്ലം കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുതലാവില്ല. നമ്മൾ ഓവൺ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് കേക്ക് ചെയ്യുക കേട്ടോ. അടിഭാഗം കരിയാതെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഓവണ് കൂടുതൽ വർക്ക് വരികയാണെങ്കിൽ ഓവണ് വാങ്ങിച്ചിട്ട് അതിൽ ചെയ്യട്ടെ. പിന്നെ ഓവണ് വാങ്ങിക്കുമ്പോൾ എന്തായാലും വലിയ സൈസിലുള്ള ഓവണ് വാങ്ങിക്കുക, പിന്നീട് അത് യൂസ്ഫുൾ ആയിരിക്കും. ചെറിയതൊക്കെ ആകുമ്പോൾ നമുക്ക് 2-3 കേക്ക് ഒന്നിച്ചൊന്നും വെക്കാൻ കഴിയില്ല. അപ്പോൾ 60 ലിറ്ററിൻ്റെ ഓവണെങ്കിലും മാക്സിമം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ കേക്കുകളായിട്ട് ഞാനിങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ബേക്കായത് ഇങ്ങനെ ഒരു ടേബിളിലായിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിനൊന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ ടേബിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ടേബിളിലൊക്കെ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടേബിളിൻ്റെ ഒക്കെ കാലുഭാഗത്ത് അടിഭാഗത്തൊക്കെ ആയിട്ട് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോക്കോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും വേണം കേട്ടോ. കാരണം ഉറുമ്പ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത സമയത്തൊക്കെ ആ ഉറുമ്പ് വരണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് സാധാരണ കേക്കിലൊക്കെ വന്ന പോലെയല്ല, ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പോലും നമ്മൾ അറിയില്ല. അപ്പോൾ ഉറുമ്പ് വരാതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നല്ലോണം ഫ്രൂട്ട്സ് എല്ലാം ഉള്ളിൽ അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കുക, തീരെ ഇല്ലാതിരിക്കരുത് കേട്ടോ. അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്